പീക്കിംഗ് എന്ന ബീജിംഗ് ചൈനയുടെ തലസ്ഥാന നഗരം. നിരവധി വിപ്ലവങ്ങളും പോരാട്ടങ്ങളും കണ്ടിരുന്ന നഗരം. ടിയാനൻമെൻ സ്ക്വയർ സംഭവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വലിയൊരു കൂട്ടക്കൊലയുടെ നഗരം. അവിടം ചരിത്രത്തിൻ്റെ സാക്ഷിയായി ഇന്ന് നിലനിൽക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ അതിഗംഭീരങ്ങളായ കാഴ്ചകൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നഗരം കൂടിയാണ് ബീജിംഗ്. ചൈനയുടെ ഭരണസിരാകേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല, ബീജിംഗ് ഒരു സാംസ്കാരിക നഗരം കൂടിയാണ്. വൈകുന്നേരങ്ങളിലെ കലാസന്ധ്യകൾ, അക്രോബാറ്റിക് ഷോകൾ, ഫുഡ് ഫെസ്റ്റിവലുകൾ, നിരവധിയായ കാഴ്ചകൾ, ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ബീജിങ്ങിൻ്റെ സുപ്രധാനമായ കാഴ്ചകളിലൂടെയാണ് ഇത്തവണത്തെ സിറ്റി ടൂർ. ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന വികസന മോഡലുകൾ ചൈനയുടേതായിരിക്കും. ആഗോള സാമ്പത്തിക രംഗത്ത് 2ാം സ്ഥാനമാണ് ചൈനയ്ക്ക്. ചൈനയുടെ വളർച്ച കണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ അമ്പരക്കുന്നു. കുറഞ്ഞ കാലം കൊണ്ട് ഉയർന്ന വളർച്ച കൈവരിച്ച ചൈനയുടെ വ്യത്യസ്ത മുഖങ്ങൾ കാണാൻ ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷനാണ് ബീജിംഗ് നഗരം. ഇവിടെ ചൈനയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി അനുഭവിച്ചറിയാനാവും. ആധുനിക ചൈനയുടെ അടയാളമായ വമ്പൻ നിർമ്മിതികൾ നിങ്ങളെ അമ്പരപ്പിക്കും. ലോക നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടറിയാനാകും. ബീജിംഗിലെ ഓരോ കാഴ്ചയും കാണുക മാത്രമല്ല, ചിന്തിക്കുകയും കൂടി ചെയ്യേണ്ട വിഷയമാണ്. ഒരു രാജ്യം എങ്ങനെ സ്ഥിരതയോടെ വളർച്ച കൈവരിക്കുന്നുവെന്ന വിലയേറിയ പാഠം ഈ നഗരം നമുക്ക് പകർന്നു നൽകുന്നു. പോകാം ബീജിംഗിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ബീജിംഗ് നഗരത്തിലെ പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ചൈനയുടെ മുഖമായ വൻമതിൽ, തുടർന്ന് ടിയാനൻമെൻ സ്ക്വയർ, അവിടെ നിന്നും ഫോർബിഡൻ സിറ്റിയിലേക്ക്, പിന്നെ നാഷണൽ മ്യൂസിയം ഓഫ് ചൈന, അടുത്തത് ടെമ്പിൾ ഓഫ് ഹെവൻ, തുടർന്ന് ചാങ്ലിംഗ് ടൂംബ്, പിന്നെ സമ്മർ പാലസ്, ജെയ്ഡ് ഗാർഡൻ, അവിടെ നിന്നും ജിംഗ്ഷാൻ പാർക്കിലേക്ക്, അവസാനമായി വാങ് ഫുജിങ് സ്ട്രീറ്റ് മാർക്കറ്റും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചൈനയെന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരിക വൻമതിലായിരിക്കും. ചൈനയിലെത്തുന്ന മിക്ക സഞ്ചാരികളുടെയും മുഖ്യ ലക്ഷ്യവും വൻമതിൽ കാണുകയെന്നത് തന്നെയാണ്. 6000-ലധികം കിലോമീറ്റർ നീണ്ടുകിടക്കുകയാണ് ചൈനീസ് വൻമതിൽ. അതിനാൽ ബീജിംഗിൽ നിന്നും നിരവധി വൻമതിൽ ഡെസ്റ്റിനേഷനുകളുണ്ട്. ദൂരവും സൗകര്യങ്ങളും ഭൂപ്രകൃതിയും പരിഗണിച്ച് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വൻമതിലിലൂടെ കുറച്ചു ദൂരം നടക്കാനും നിർമ്മിതിയെപ്പറ്റി വിശദമായി അറിയാനും താൽപ്പര്യമുണ്ടെങ്കിൽ ഗൈഡുകളുടെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാരണം 2.5 സഹസ്രാബ്ദം നീളുന്ന ചരിത്രവും ദശലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനവും സങ്കീർണമായ സാങ്കേതിക വിദ്യകളുമെല്ലാം ഈ നിർമ്മിതിക്ക് പിന്നിലുണ്ട്. വെറുതെ ഒന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പോരുന്നതിനേക്കാൾ മതിലിനെപ്പറ്റി ആഴത്തിൽ അറിയുന്നത് വളരെ രസകരവും വിജ്ഞാനപ്രദവുമായിരിക്കും. മതിൽ കൂടാതെ സൈനിക ബാരക്കുകളും ക്ഷേത്രങ്ങളും വിശ്രമ കേന്ദ്രങ്ങളുമെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ വിശാല നിർമ്മിതി. അതിനാൽ ചൈനീസ് വാസ്തുവിദ്യയുടെ മനോഹാരിതയും വൻമതിൽ സന്ദർശിക്കുമ്പോൾ കാണാനാവും. നമ്മളിപ്പോൾ ടിയാനൻമെൻ സ്ക്വയറിലാണുള്ളത്. ഇവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? ജനങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഒരു വലിയ ചത്വരം, അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയുമോ, ഈ സ്ക്വയറിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാണ്.
അതായത് നിങ്ങളുടെ ഓരോ ചലനവും മഫ്റ്റിയിലും അല്ലാതെയുമുള്ള പോലീസുകാരും CCTV ക്യാമറകളും നിരീക്ഷിക്കുന്നുണ്ടാകും. 1989 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയ ടിയാനൻമെൻ പ്രക്ഷോഭം നടന്ന വേദിയാണിത്. ഗവൺമെന്റ് നയങ്ങളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ സംഘത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം. ഇന്നും ആ സംഘർഷത്തിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ചത്തുരം ശക്തമായ പോലീസ് ബന്ദോബസ്തിൽ സൂക്ഷിക്കുന്നത്. പ്രതിഷേധം അതെത്ര ചെറുതാണെങ്കിലും ഇവിടെ അനുവദിക്കുന്നില്ല. ചത്തുരം സന്ദർശിക്കുമ്പോൾ ധരിക്കുന്ന വേഷത്തിൽ പോലും ശ്രദ്ധ വേണം. രാഷ്ട്രീയ സന്ദേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അനാവശ്യമായി കൂട്ടം കൂടരുത്. ചൈനീസ് രാഷ്ട്രീയത്തിന്റെ ഭൂതകാലവും വർത്തമാനകാലവും അടയാളപ്പെടുത്തുന്ന നിർമ്മിതികളാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള പ്രധാന കാഴ്ച. രാജവാഴ്ചയുടെ ഓർമ്മകളുമായി ഫോർബിഡൻ സിറ്റി ഒരു വശത്ത്, മറ്റൊരിടത്ത് പാർലമെന്റായ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾസ്, അതോടൊപ്പം ചൈനീസ് നാഷണൽ മ്യൂസിയവും മാവോയുടെ മുസോളിയവും. ചൈനയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച ധീരന്മാർക്ക് വേണ്ടിയുള്ള സ്മാരകമാണ് മറ്റൊരാകർഷണം. ഇനി നമുക്ക് ഫോർബിഡൻ സിറ്റിയിലേക്ക് പോകാം. 15-ാം നൂറ്റാണ്ട് മുതൽ ചൈനയുടെ ഭരണം കേന്ദ്രീകരിച്ചിരിക്കുന്ന കൊട്ടാര സമുച്ചയമാണ് ഫോർബിഡൻ സിറ്റി. ചൈനയിലെ ഏറ്റവും വിശാലമായ പഴയകാല നിർമ്മിതികളിൽ ഒന്ന്. ബീജിംഗിൽ ടിയാനൻമെൻ സ്ക്വയറിനോട് ചേർന്നാണ് ഇതിന്റെ സ്ഥാനം. ഈ വലിപ്പം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും ഫോർബിഡൻ സിറ്റി ഏതൊരാളെയും അത്ഭുതപ്പെടുത്തും. രാജ്യം ഏറ്റവും വിസ്തൃതവും ശക്തവുമായിരുന്ന കാലത്ത് നിർമ്മിച്ച സമുച്ചയത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. 7.25 ലക്ഷം ചതുരശ്ര മീറ്റർ വരും കൊട്ടാരക്കെട്ടിന്റെ വിസ്തൃതി. ആകെ കെട്ടിടങ്ങളുടെ എണ്ണം 900-ത്തിലധികവും. ഇതിലെമ്പാടുമായി 8,000-ത്തിലധികം മുറികളുണ്ട്. ഏറ്റവും പുറത്ത് 6 മീറ്റർ ആഴവും 52 മീറ്റർ വീതിയുമുള്ള വലിയ കിടങ്ങുണ്ട്. ഫോർബിഡൻ സിറ്റിയുടെ ഏറ്റവും ഉള്ളിലെത്താൻ നിരവധി ഗേറ്റുകൾ കടക്കണം. ചൈനീസ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഗേറ്റുകളെല്ലാം ഗംഭീരമായ കാഴ്ചയാണ്. തടിയാണ് ഈ നിർമ്മിതികളുടെയെല്ലാം പ്രധാന അസംസ്കൃത വസ്തു. ഫോർബിഡൻ സിറ്റി മുഴുവനായി കണ്ടു തീർക്കാൻ ആഴ്ചകൾ വേണ്ടിവരും. ഓരോ ഭാഗത്തിനും സവിശേഷമായ ചരിത്രവും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ഗൈഡുകളുടെ സഹായം തേടുന്നത് തന്നെയാണ് നല്ലത്. ചൈനയുടെ സാംസ്കാരിക വളർച്ചയുടെ ഘട്ടങ്ങൾ വിവരിക്കുന്ന പ്രദർശനമാണ് അടുത്തത്. നാഷണൽ മ്യൂസിയം ഓഫ് ചൈന. രാഷ്ട്രീയം, കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയെല്ലാം ഇവിടെ വിഷയങ്ങളാണ്. ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും വലിയൊരു ശേഖരമുണ്ട് മ്യൂസിയത്തിൽ. BC കാലഘട്ടം മുതൽക്കുള്ള സൃഷ്ടികൾ ഇതിൽ ഉൾപ്പെടും. ചക്രവർത്തിമാരുടെ സ്വകാര്യ ശേഖരത്തിലുണ്ടായിരുന്ന വസ്തുക്കളാണ് പിന്നീട് മ്യൂസിയത്തിന്റെ ഭാഗമായത്. ഓരോ കാലത്തും ചൈനയിൽ നിലനിന്നിരുന്ന സാംസ്കാരിക അന്തരീക്ഷം ഈ സൃഷ്ടികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. പഴയകാലത്തെ മൺപാത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ള മറ്റു പുരാവസ്തുക്കൾ. ഇവയെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികച്ച രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. വാണിജ്യം, ബഹിരാകാശം എന്നിങ്ങനെ സുപ്രധാന മേഖലകളിലെ വളർച്ച ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നു. ഓരോ വിഭാഗത്തെയും പറ്റി കൂടുതൽ അറിയാൻ ഡിജിറ്റൽ ഓഡിയോ ഗൈഡുകളും ലഭിക്കും. ഇനി ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന ക്ഷേത്ര കോംപ്ലക്സ് ആണ്. ചൈനയിലെ ചക്രവർത്തിമാർ വരും വർഷത്തിലെ ഐശ്വര്യത്തിനും മികച്ച വിളവിനും വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്ന ഇടം. സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചവരാണ് ചൈനയിലെ ചക്രവർത്തിമാർ എന്നാണ് അക്കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്.
വർഷത്തിൽ 2 തവണ ചക്രവർത്തി പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മൃഗബലിയും നടത്തിയിരുന്നു. ഒരു ഉദ്യാനം പോലെ ലാൻഡ്സ്കേപ്പ് ചെയ്ത കോമ്പൗണ്ടിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. പുൽത്തകിടികളും മരങ്ങളുമെല്ലാം വച്ചുപിടിപ്പിച്ച 600-ലധികം ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലം. ഇതിനുള്ളിൽ ചുറ്റും കോറിഡോറുകളോട് കൂടിയ നടുമുറ്റത്തിന് മധ്യത്തിലായി ക്ഷേത്രവും. ചൈനീസ് വാസ്തുവിദ്യ തന്നെയാണ് കോംപ്ലക്സിലെ പ്രധാന കാഴ്ച. ഇടനാഴികളിൽ പോലും കാണാം കൊത്തുപണികളുടെയും അലങ്കാരങ്ങളുടെയും ധാരാളിത്തം. ഉള്ളിലേക്ക് കയറിയാൽ വൃത്താകൃതിയിലുള്ള മനോഹരമായ ക്ഷേത്രമന്ദിരം. മാർബിൾ വേലിക്കെട്ടുകളോടുകൂടി 3 നിരയായിട്ടാണ് പ്ലാറ്റ്ഫോം കെട്ടിയുയർത്തിയിട്ടുള്ളത്. അലങ്കാരങ്ങൾ നിറഞ്ഞ പ്രധാന ക്ഷേത്രത്തിന് 6 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. ഇതിന്റെ ഉൾഭാഗത്തെ കാഴ്ചകളാണ് ഏറ്റവും മനോഹരം. ചൈനീസ് ആർക്കിടെക്ചറിലെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ചൈനയുടെ സുവർണകാലമായ മിങ് കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ശവകുടീരമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, മിങ്സ് ട്യൂംസ്. ഖനനത്തിലൂടെ കണ്ടെടുത്ത 13 ടൂമ്പുകൾ ഈ ഭാഗത്തുണ്ട്. അതിൽ വളരെ കുറച്ച് കുടീരങ്ങൾ മാത്രമേ ടൂറിസ്റ്റുകൾക്കായി തുറന്നിട്ടുള്ളൂ. ചാങ്ലിംഗ് ട്യൂംബ് അതിലൊന്നാണ്. ചൈനീസ് ആർക്കിടെക്ചറിന്റെയും ലാൻഡ്സ്കേപ്പിംഗിന്റെയും മനോഹാരിത തന്നെയാണ് മിങ്സ് ട്യൂംബിലെ പ്രധാന കാഴ്ച. മരങ്ങൾ വച്ചുപിടിപ്പിച്ച മനോഹരമായ കോമ്പൗണ്ട്. ലിൻഗൻ ഹാൾ എന്ന ബൃഹത് നിർമ്മിതിയാണ് സമുച്ചയത്തിലെ പ്രധാന ആകർഷണം. മാർബിൾ ഉൾപ്പെടെയുള്ള ശിലകളാൽ നിർമ്മിതമായ അടിത്തറയിൽ തടിയിൽ കെട്ടിയുയർത്തിയ മന്ദിരം. ഉൾഭാഗത്ത് മിങ് രാജവംശവുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയമുണ്ട്. ആത്മാവിന്റെ ഗോപുരം എന്നറിയപ്പെടുന്ന മറ്റൊരു മന്ദിരമാണ് കോംപ്ലക്സിലെ അടുത്ത കാഴ്ച. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത ശ്മശാനത്തിന് മുകളിലായി ഒരു കൃത്രിമ കുന്ന് നിർമ്മിച്ച് ഗോപുരം പണി കഴിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് കോംപ്ലക്സിനെ ഒന്ന് മൊത്തത്തിൽ കാണാം. ഭംഗിയായി അലങ്കരിച്ച ഒരു ചെറിയ കവാടം ആത്മാവിന്റെ ഗോപുരത്തിന് മുന്നിലായുണ്ട്. സന്ദർശകർ തിരിച്ചിറങ്ങുമ്പോൾ പ്രാർത്ഥന ചൊല്ലി കാൽ തട്ടിക്കുടഞ്ഞ് കവാടത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് കാണാം. ശവകുടീരത്തിലെത്തുമ്പോൾ ആത്മാക്കൾ കൂടെ പോരുമെന്നാണ് വിശ്വാസം. പ്രാർത്ഥനയോടെ കാൽ കുടഞ്ഞാൽ അവർ വിട്ടുപോകുമത്രേ. ഇനി മനോഹരമായ സമ്മർ പാലസ് സന്ദർശിക്കാം. ചൈനീസ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ബീജിംഗിലേക്ക് മാറ്റിയ ഘട്ടത്തിൽ നിർമ്മിച്ചതാണ് സമ്മർ പാലസ്. കുൻമിങ് തടാകത്തോട് ചേർന്ന് 60 മീറ്റർ ഉയരമുള്ള കുന്നിലാണ് ഇതിന്റെ സ്ഥാനം. ലോൻഗെറ്റിവിറ്റി ഹിൽ എന്നാണ് കുന്നിന്റെ പേര്. തടാകം നിർമ്മിക്കുന്നതിനായി കുഴിച്ചെടുത്ത മണ്ണ് കൂട്ടിയിട്ടപ്പോൾ രൂപം കൊണ്ടതാണ് കുന്ന്. തടാകവും കുന്നും പല പല നിർമ്മിതികളുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ കാഴ്ച അതിമനോഹരമാണ്. തടാകത്തിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് പാലസ് സ്ഥിതി ചെയ്യുന്ന ദ്വീപിലെത്താം. അല്ലെങ്കിൽ കരയിൽ നിന്ന് തന്നെയുള്ള കവാടത്തിലൂടെ കോമ്പൗണ്ടിലേക്ക് കടക്കാം. വ്യാളി രൂപമുള്ള ബോട്ടിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ജലയാത്ര രസകരമാണ്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മാർബിൾ ബോട്ടും ഇവിടെ കാണാം.
പാലസ് കോമ്പൗണ്ടിൽ തടാകത്തിനോട് ചേർന്ന് നീണ്ട കോറിഡോറുകളുണ്ട്. അലങ്കാര സമൃദ്ധമായ മച്ചിട്ട നടപ്പാതകളിലൂടെ നടന്ന് ഉദ്യാനത്തിന്റെ ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. കുന്നിൻ മുകളിലേക്ക് കയറാൻ പടിക്കെട്ടുകളാണുള്ളത്. രാജകുടുംബാംഗങ്ങൾ കലാപരിപാടികൾ ആസ്വദിച്ചിരുന്ന ഓപ്പറ ഹൗസ്, ഒരു ബുദ്ധ പഗോഡ, രാജവസതികൾ എന്നിവയൊക്കെ സമുച്ചയത്തിലുണ്ട്. ഓരോ നിർമ്മിതിയും ചൈനീസ് വാസ്തുവിദ്യയുടെ പ്രതീകങ്ങളാണ്. മുകളിലെ വ്യൂ പോയിന്റുകളിൽ നിന്നുള്ള താഴ്വരയുടെ ദൃശ്യങ്ങളാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ചൈനീസ് വാണിജ്യ സംസ്കാരത്തിന്റെ അടയാളമായ ഒരു സുവനീർ ഷോപ്പാണ് അടുത്ത ഡെസ്റ്റിനേഷൻ, ജെയ്ഡ് ഗാർഡൻ. ജെയ്ഡ് എന്നാൽ ഒരുതരം പച്ചരത്ന കല്ലാണ്. ഈ സ്ഥാപനത്തിൽ ജെയ്ഡിൽ കൊത്തിയെടുത്ത കരകൗശല വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നിർമ്മാണ കേന്ദ്രവുമുണ്ട്. ചൈനയിൽ ടൂർ സംഘങ്ങൾക്കൊപ്പമാണ് യാത്രയെങ്കിൽ ഗൈഡുകൾ തീർച്ചയായും നിങ്ങളെ ഇത്തരം ഷോപ്പുകളിലേക്ക് എത്തിക്കും. വാങ്ങിയാലും ഇല്ലെങ്കിലും അല്പം സമയം ഷോപ്പുകളിൽ ചെലവഴിക്കുകയും വേണം. ജെയ്ഡ് ഗാർഡൻ ഒരു സുവനീർ കട എന്നതിനപ്പുറം നല്ലൊരു മ്യൂസിയം കൂടിയാണ്. ജെയ്ഡിൽ കൊത്തിയെടുത്ത സൃഷ്ടികളുടെ ശേഖരം ഇവിടെ കാണാം. അവയെല്ലാം മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. പ്രദർശനം കാണുമ്പോൾ ഒരു പുരാവസ്തു മ്യൂസിയത്തിലെത്തിയ പ്രതീതിയാകും ഉണ്ടാവുക. വളരെ പ്രൊഫഷണലായ കച്ചവട സമീപനം പലർക്കും പുതിയ അനുഭവമായിരിക്കും. ജെയ്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പ് ജെയ്ഡ് ഗാർഡന്റെ മുഖ്യ ആകർഷണമാണ്, പ്രത്യേകിച്ച് വിദേശികൾക്ക്. വളരെ സൂക്ഷ്മതയും വൈദഗ്ധ്യവും വേണ്ട ജോലിയാണിതെന്ന് വർക്ക്ഷോപ്പിലെ പ്രവൃത്തികൾ കണ്ടു നിൽക്കുമ്പോൾ മനസ്സിലാകും. ചൈനീസ് ചക്രവർത്തിമാരുടെ പ്രതിമകൾ, ദൈവങ്ങളുടെ രൂപങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കൊത്തിയെടുക്കുന്നുണ്ട്. വിലയും വളരെ ഉയർന്നത് തന്നെ. അതിനാൽ സാധാരണക്കാരായ സഞ്ചാരികൾക്ക് ഇതൊന്നും വാങ്ങാനാവില്ല. എങ്കിലും പ്രദർശനം നടന്നു കാണുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. വളരെ താൽപര്യത്തോടെ ജീവനക്കാർ വിശദാംശങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. ഇനി ഇംപീരിയൽ പാർക്കിലൂടെ ഒരു ചെറു നടത്തമാകാം. ജിങ്ഷാൻ പാർക്ക്. ഫോർബിഡൻ സിറ്റിക്ക് പിന്നിലായി 40 മീറ്റർ ഉയരമുള്ള കുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള ഉദ്യാനം. പരമ്പരാഗത ചൈനീസ് ശൈലിയിലാണ് ഉദ്യാനത്തിലെ ലാൻഡ്സ്കേപ്പിംഗ്. പുൽത്തകിടിയും മരക്കൂട്ടങ്ങളും നിറഞ്ഞ കോമ്പൗണ്ടിനുള്ളിലൂടെ നടപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പാതകളിലൂടെ ഉദ്യാനം കണ്ടു നടക്കുന്നത് രസകരമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ധാരാളം ഇടങ്ങൾ പാർക്കിൽ കാണാം. അതിലൊന്നാണ് അവസാന മിങ് രാജാവ് ആത്മഹത്യ ചെയ്ത മരം. 3 നൂറ്റാണ്ടോളം ചൈന ഭരിച്ച മിങ് രാജവംശത്തിന്റെ അന്ത്യം ഈ പാർക്കിലായിരുന്നെന്ന് പറയാനാകും. ബീജിംഗ് നഗരവാസികൾ വിശ്രമത്തിനും വ്യായാമത്തിനും മറ്റും ഒത്തുകൂടുന്ന ഇടമാണിത്. പാർക്കിൽ പല ഭാഗത്തായി ധാരാളം പവലിയനുകളുണ്ട്. ചൈനീസ് വാസ്തുവിദ്യാ ശൈലിയിൽ തടിയിൽ നിർമ്മിച്ച മനോഹര നിർമ്മിതികൾ. ചക്രവർത്തിയും കുടുംബാംഗങ്ങളും മറ്റും ഒഴിവു സമയം ചെലവിടുന്നതിനായി ഇവിടെ എത്തിയിരുന്നു. കുന്നിൻമുകളിൽ നിൽക്കുമ്പോൾ കാണാനാവുന്ന ഫോർബിഡൻ സിറ്റിയുടെ പനോരമിക് ദൃശ്യങ്ങളാണ് ജിങ്ഷാൻ പാർക്കിന്റെ പ്രധാന ആകർഷണം. ചെറുതും വലുതുമായ 100 കണക്കിന് കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന ബൃഹത് സമുച്ചയം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ചൈനയുടെ വാണിജ്യ പാരമ്പര്യം നേരിട്ട് കണ്ടറിയാൻ കഴിയുന്നൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഈ സിറ്റി ടൂറിലെ അവസാന ഡെസ്റ്റിനേഷൻ.
വാങ് ഫുജിങ്. ബീജിംഗിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് സ്ട്രീറ്റുകളിൽ ഒന്ന്. എല്ലാത്തരം ചൈനീസ് ഫാൻസി ഉൽപ്പന്നങ്ങളും ഇവിടെ ചെറിയ വിലയ്ക്ക് ലഭിക്കും. ഒരു ടൂറിസ്റ്റ് ചൈനയിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നതെന്തും ഇവിടെ കിട്ടുമെന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ടൂറിസം കൂടി ലക്ഷ്യമിട്ടാണ് മാർക്കറ്റിന്റെ ക്രമീകരണം. ഇതോടൊപ്പം ലക്ഷറി ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും ഒരു ഭാഗത്തുണ്ട്. വൈകുന്നേരങ്ങളിൽ ധാരാളം വിനോദസഞ്ചാരികൾ ഷോപ്പിംഗിനായി ഇവിടം സന്ദർശിക്കുന്നു. ചൈനീസ് കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയെല്ലാം വിൽക്കുന്ന കടകളാണ് സ്ട്രീറ്റിൽ ഭൂരിഭാഗവും. തനത് ചൈനീസ് ഭക്ഷ്യവിഭവങ്ങളാണ് വാങ് ഫുജിങ് സ്ട്രീറ്റിലെ മറ്റൊരു അട്രാക്ഷൻ. ചൈനയുടെ ഭക്ഷണ സംസ്കാരം പുറമേ നിന്നെത്തുന്നവർക്ക് ഒരു അത്ഭുതം തന്നെയാണ്. ഒച്ചും പ്രാണികളും പാമ്പും എന്ന് വേണ്ട കിട്ടുന്നതെന്തും ഇവർ പാകം ചെയ്ത് ഭക്ഷണമാക്കും. ഓരോ ജീവിയെയും പാകം ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ്. കൗതുകം നിറയ്ക്കുന്ന ചൈനീസ് ഭക്ഷ്യവൈവിധ്യം വാങ് ഫുജിങ് ഫുഡ് സ്ട്രീറ്റിൽ ആസ്വദിക്കാനാവും. രാത്രിയാകുന്നതോടെയാണ് തെരുവ് കൂടുതൽ സജീവമാവുക. ചൈനയുടെ തലസ്ഥാന നഗരമായ ബീജിംഗിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നാം കണ്ടുകഴിഞ്ഞത്. സാംസ്കാരിക സവിശേഷതകൾ കൊണ്ട് സഞ്ചാരികളെ അമ്പരപ്പിച്ചിരുന്ന നഗരമാണ് എല്ലാ കാലത്തും ചൈന. ശക്തവും സമ്പന്നവുമായിരുന്ന ചൈനീസ് സാമ്രാജ്യത്തിലെ ആഢ്യത്വം തുളുമ്പുന്ന നിർമ്മിതികൾ ലോകാത്ഭുതങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇന്ന് പാരമ്പര്യത്തിനു പുറമെ സാങ്കേതിക വിദ്യ കൊണ്ടും ഈ നഗരം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ടൂറിസം ഒരു മുഖ്യ വരുമാന മാർഗമായി കണ്ടുകൊണ്ട് വിപുലമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നഗരത്തിൽ നടപ്പിലാക്കി വരുന്നു.